കേരളത്തിലെ ഭൂപരിഷ്കരണ നിയമം നടപ്പിൽ വന്ന് ജന്മിവാഴ്ച അവസാനിപ്പിച്ചതിന്റെ 55ാം വാർഷികം വിപുലമായ പരിപാടികളോടെ സംഘടിപ്പിക്കുമെന്ന് കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി ഫെഡറേഷൻ BKMU സംസ്ഥാന കമ്മിറ്റി അറിയിച്ചു. സെപ്റ്റംബർ 29-ന് കോട്ടയത്ത് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഉദ്ഘാടനം ചെയ്യും. കേരളത്തിൽ 1000 കുടുംബ കർഷക തൊഴിലാളി കുടുംബ സംഗമങ്ങൾ നടത്തിക്കൊണ്ട് കാർഷിക മേഖലയിൽ കർഷക തൊഴിലാളികളുടെ അവകാശം സാധ്യമായതിന്റെ ആഘോഷം നടപ്പാക്കുക എന്നുള്ളതാണ് ഞങ്ങൾ നടന്നത്. അത് മാത്രമല്ല 1974 ഒരുപക്ഷെ കർഷക തൊഴിലാളികൾക്ക് ആദ്യമായി ഒരു നിയമം നടപ്പാക്കിയത് സി അച്യുതനാണ് മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴാണ്. 1970 സി അച്യുതൻ നടപ്പാക്കിയ കാർഷിക തൊഴിലാളി നിയമത്തിന്റെ അനുരോധമായിട്ടാണ് പിന്നീട് 1990 കേരളത്തിൽ ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് കർഷക തൊഴിലാളി ക്ഷേമനിധി നടപ്പാക്കിയത്. അങ്ങനെ എന്തുകൊണ്ടും ഈ കേരളത്തിലെ കർഷക തൊഴിലാളിക്ക് ഗുണകരമാകുന്ന നിലയിൽ അവന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ, അവന് സ്വന്തമായി വീടുണ്ടാവാൻ, ഭൂമി ലഭിക്കാൻ, അവന് വേതനം ലഭിക്കാൻ, ക്ഷേമനിധി ലഭിക്കാൻ കഴിയത്തക്ക നിലയിൽ നിയമം നടപ്പാക്കിയ സി അച്യുതമേനോൻ ഗവൺമെന്റിന്റെ ആ വികസന നേട്ടങ്ങൾ കൂടി കാർഷിക തൊഴിലാളികൾക്ക് ലഭ്യമാക്കി എന്നുള്ളതാണ് അതിൻ്റെ ഒരു നേട്ടം. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ BKMU ഈ 1 മാസക്കാലം നീണ്ടു നിൽക്കുന്ന ഈ പരിപാടി ഗംഭീരമായി നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. കോട്ടയം സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം ഹാളിൽ നടക്കുന്ന ഉദ്ഘാടന പരിപാടിയിൽ സംസ്ഥാന പ്രസിഡന്റും നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കറുമായ ചിറ്റയം ഗോപകുമാർ അധ്യക്ഷത വഹിക്കും. BKMU സ്ഥാപക ദിനമായ സെപ്റ്റംബർ 29 തുടങ്ങി പുന്നപ്ര വയലാർ രക്തസാക്ഷി ദിനമായ ഒക്ടോബർ 27 വരെ 1000 കുടുംബ സംഗമങ്ങൾ നടത്തുവാൻ തീരുമാനിച്ചതായും ഭാരവാഹികൾ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ ചിറ്റയം ഗോപകുമാർ, സംസ്ഥാന സെക്രട്ടറി ജോൺ വി ജോസഫ് എന്നിവർ സംബന്ധിച്ചു.